ദൈവവചനത്തിലൂടെ നമ്മൾ ചിന്തിക്കുന്ന ഒരു കാര്യം, നമ്മളുടെ കർത്താവ് തലമുറയായിട്ട് ഉള്ള ദൈവമാണ്. ഹല്ലേലൂയ. ഹീസ് എ ഗോഡ് ഓഫ് ആർ ജനറേഷൻസ്. ഹല്ലേലൂയ. നമ്മളുടെ തലമുറകളുടെ ദൈവമാണ്. ഹല്ലേലൂയ. നമ്മുടെ തലമുറകളോട് വിശ്വസ്ത കാണിക്കുന്ന ഒരു നല്ല കർത്താവ് നമ്മൾ സേവിക്കുന്ന ദൈവം. ഹല്ലേലൂയ. നമ്മളുടെ മാത്രം കർത്താവല്ല, നമ്മുടെ തലമുറകളുടെയും ദൈവമാണ്. സ്തോത്രം. അല്ല, നമ്മൾ എന്ത് ഉണ്ടെങ്കിലും അത് വചനം, നമ്മൾ എന്ത് പറഞ്ഞാലും എടുത്താലും അതിന് വചനം അടിസ്ഥാനമുണ്ട്. ഉൽപ്പത്തി പുസ്തകം 17-ാം അധ്യായത്തിനകത്ത് ദൈവം അബ്രഹാമിനോട് കൊടുത്ത ആ വാഗ്ദത്തമാണ് ഇന്ന് നമ്മളും വിളിച്ചു പറയുന്നത്. അല്ലേ, ഇന്ന് നമ്മൾ ഓരോരുത്തരും ഈ വാഗ്ദത്തം തന്നെ ഹല്ലേലൂയ നമ്മൾ ഏറ്റെടുത്തിട്ട് അത് നമ്മളുടെ സ്വന്തം ആയി നമ്മൾ പ്രഖ്യാപിക്കുക. ഉൽപ്പത്തി പുസ്തകം ജെനസിസ് ചാപ്റ്റർ 17, ഉൽപ്പത്തി പുസ്തകം 17-ാം അധ്യായം അതിൻ്റെ 4-ാം വാക്യം തൊട്ട് നമ്മളിങ്ങനെ വായിക്കുമ്പോൾ, സ്തോത്രം, ദൈവം അബ്രഹാമിനെ പേര് മാറ്റി, ആൾ മാറ്റിയിട്ട് ഇത് സംഭവിക്കുന്നത് വാഗ്ദത്തം അബ്രഹാമിന് കൊടുത്തായിരുന്നു. പക്ഷെ ആ വാഗ്ദത്തം നടന്നില്ല. വാഗ്ദത്തത്തിനകത്തുനിന്ന് തെറ്റിപ്പോയി, എല്ലാം മാറിപ്പോയി. ദൈവം കുറേ നാൾ ഇഷ്മായിൽ ഉണ്ടായി കഴിഞ്ഞ് ഒരു 10-13 വർഷക്കാലം അബ്രഹാമിനോട് സംസാരിക്കുക പോലും ചെയ്തില്ല, ഇടപെടുക പോലും ചെയ്യാതിരുന്ന ഒരു പേഴ്സണൽ കമ്മ്യൂണിക്കേഷൻ ഇവർ തമ്മിലുണ്ടായിരുന്നു. അതെല്ലാം സ്റ്റോപ്പായി കഴിഞ്ഞ് ദൈവം ഒരു 13 വർഷക്കാലത്തെ മിണ്ടാതിരുന്ന് ഉള്ള കാലങ്ങൾ കഴിഞ്ഞിട്ട് അബ്രഹാമിന് 99 വയസ്സുള്ളപ്പം, 99 ഇയേഴ്സ് ഓൾഡായിരുന്നപ്പം അബ്രഹാമിന് മുമ്പിൽ ദൈവം, അന്ന് അബ്രാം എന്നറിയപ്പെടുന്നത്, അബ്രാമിൻ്റെ മുമ്പിൽ പ്രത്യക്ഷനായിട്ട് പണ്ടുണ്ടായിരുന്ന ഉടമ്പടി അങ്ങോട്ട് പുതുക്കി അതിനെ പുതുതാക്കി അബ്രഹാമിൻ്റെ മുമ്പിൽ വെച്ചിട്ട് ഇങ്ങനെ പറഞ്ഞു. അതിൻ്റെ 4-ാം വാക്യം തൊട്ട് വായിക്കുമ്പം അബ്രഹാമിനോട് പറഞ്ഞു, ഞാൻ നിന്നോടൊരു ഉടമ്പടി വെക്കുക. 5-ാം വാക്യത്തിൽ പറയുന്നു, നിൻ്റെ പേര് ഞാൻ അബ്രാം എന്നുള്ളത് അബ്രഹാം എന്നാക്കുക. അബ്രഹാം എന്ന് പറഞ്ഞാൽ നീ ദേശങ്ങളുടെ പിതാവ്, നീ ജാതികളുടെ പിതാവ്, യു വിൽ ബി ദ ഫാദർ ഓഫ് മെനി നേഷൻസ്. നീ ജാതികളുടെ അല്ലെങ്കിൽ നീ രാജ്യങ്ങളുടെ പിതാവ് എന്ന് പറഞ്ഞു. ഇതൊരു 6-ാം വാക്യമാണ് നമ്മൾ ഒന്ന് 6-ാം വാക്യം തൊട്ട് നമ്മളൊന്ന് ശ്രദ്ധിക്കുന്നത്. വേഴ്സ് നമ്പർ 6, ജെനസിസ് 17 വേഴ്സ് 6, ഉൽപ്പത്തി പുസ്തകം 17-ന്റെ 6. I'll make you extremely fruitful. Your descendants will become many nations and kings will be among them. 7. I will confirm my covenant with you and your descendants after you from generation to generation. This is the everlasting covenant. I will always be your God and the God of your descendants after you. കണ്ടോ, ദൈവം വാഗ്ദത്തം ഉറപ്പിക്കുന്നേ. അല്ലേ, 6-7 വാക്യം. ഞാൻ നിന്നെ അധികമായി വർദ്ധിപ്പിച്ച് അനേക ജാതികളിൽ കാക്കും. നിന്നിൽ നിന്ന് രാജാക്കന്മാരും ഉത്ഭവിക്കും. ഞാൻ നിനക്ക് നിന്റെ ശേഷം നിന്റെ സന്തതിക്കും ദൈവമായിരിക്കേണ്ടതിന് ഞാൻ എനിക്കും നിനക്കും നിന്റെ ശേഷം തലമുറയായി നിന്റെ സന്തതിക്കും മധ്യേ എൻ്റെ നിയമത്തെ നിത്യനിയമമായി സ്ഥാപിക്കും. കർത്താവിൻ്റെ വചനം അവിടെ പറയുന്നേ I will confirm my covenant with you. ഞാൻ നിന്നുമായിട്ടുള്ള എൻ്റെ ഉടമ്പടി ഞാൻ ഉറപ്പാക്കും. നിന്നോട് മാത്രമല്ല, വിത്ത് യു ആൻഡ് യുവർ ഡിസെൻഡൻസ് ആഫ്റ്റർ യു. നിന്നോട് മാത്രമല്ല ഞാൻ എൻ്റെ ഉടമ്പടിയെ ഉറപ്പാക്കുന്നത്, പക്ഷെ നിൻ്റെ കാലം കഴിഞ്ഞ് നിൻ്റെ തലമുറയായിട്ടും ഈ ഉടമ്പടി ഞാൻ ഉറപ്പാക്കും. ഫ്രം ജനറേഷൻ ടു ജനറേഷൻ, ഒരു തലമുറയല്ല, തലമുറ കഴിഞ്ഞ് അടുത്ത തലമുറ കഴിഞ്ഞ് അതിൻ്റെ അടുത്ത തലമുറ കഴിഞ്ഞ് അതിൻ്റെ അടുത്ത തലമുറ കഴിഞ്ഞ്
ഇന്ന് വിളിച്ചു പറയണം, എൻ്റെ ദൈവം എൻ്റെ മക്കളുടെ ദൈവം, എൻ്റെ ദൈവം എൻ്റെ മക്കളുടെയും അവരുടെ മക്കളുടെയും അവരുടെ മക്കളുടെയും തലമുറയായി ഞങ്ങളുടെ ദൈവം. ഹല്ലിയ. ഇന്ന് നമ്മൾ ആരാധിക്കുമ്പോഴും പ്രാർത്ഥിക്കുമ്പോഴും വചനം ഏറ്റെടുക്കുമ്പോഴും ഞാൻ പറയട്ടെ, നമ്മൾക്ക് വേണ്ടി മാത്രമല്ല, പക്ഷേ നമ്മളുടെ 1000 തലമുറകൾക്കപ്പുറമാണ് ഇന്ന് നമ്മൾ ഏറ്റെടുക്കുന്ന ഓരോ വാഗ്ദത്തങ്ങളും. 1000 തലമുറകൾക്കപ്പുറമുള്ള വാഗ്ദത്തങ്ങളാണ്. ഇന്ന് നമ്മളെ കർത്താവ് എന്തെങ്കിലും ചെയ്യിപ്പിക്കുവാണെങ്കിൽ നമുക്ക് മാത്രമുള്ളതല്ല, പക്ഷേ ഹല്ലേലൂയ നമ്മളുടെ 1000 തലമുറകൾക്ക് അപ്പുറം ഉള്ളതാ. ഹല്ലേലൂയ. കർത്താവ് നമ്മളെ കൊണ്ട് ഏറ്റെടുപ്പിക്കുന്നത്, ചെയ്യിപ്പിക്കുന്നത്, നമ്മൾ വിശ്വസിക്കുന്നത് ഒക്കെ. കർത്താവ് എന്നിട്ട് അവിടെ പറയുക, ദിസ് ഈസ് ദി എവർലാസ്റ്റിംഗ് കവനന്റ്. ഐ വിൽ ഓൾവേസ് ബി യുവർ ഗോഡ് ആൻഡ് ദ ഗോഡ് ഓഫ് യുവർ ഡിസെൻഡൻസ് ആഫ്റ്റർ യു. ഞാൻ ഉറപ്പ് വരുത്തുക, നിന്നുമായിട്ട് ഞാൻ എന്നേക്കും നിലനിൽക്കുന്ന ഒരു ഉടമ്പടി ഉണ്ടാക്കുക. എന്താണ്? ഞാൻ നിൻ്റെ ദൈവവും നിൻ്റെ തലമുറകളുടെയും ദൈവം. ഹല്ലേലൂയ. ഇന്ന് നമ്മളുടെ മക്കളുടെയൊക്കെ പേര് വിളിച്ചു പറഞ്ഞിട്ട് പറയണം, എൻ്റെ ദൈവവും എൻ്റെ കുഞ്ഞുങ്ങളുടെ ദൈവവും. ഹല്ലേലൂയ. അവരുടെ കുഞ്ഞുങ്ങളുടെ ദൈവവും. സ്തോത്രം. നമ്മളുടെ തലമുറകൾ ഈ സത്യ ദൈവത്തിനെ ആരാധിച്ച് ഹല്ലേലൂയ വേറെ ഒരു അന്യ ദൈവത്തിനെ സേവിക്കാൻ ഇടയാകത്തില്ല. നമ്മുടെ പ്രാർത്ഥന ഇതാണ്. ഇത് കർത്താവിൻ്റെ വാഗ്ദത്തമാണ്. ഹല്ലേലൂയ. ഇന്ന് നമ്മൾ കർത്താവിനെ അറിഞ്ഞിരിക്കുന്നത് നമ്മുടെ രക്ഷയ്ക്ക് വേണ്ടി മാത്രമല്ല, പക്ഷേ നമ്മുടെ 1000 തലമുറകളുടെ രക്ഷയ്ക്ക് വേണ്ടിയാ. സ്തോത്രം. നമ്മൾ സേവിക്കുന്ന ദൈവം, ഈ സത്യമായ യേശു കർത്താവ് മാത്രമായിരിക്കും നമ്മുടെ കുഞ്ഞുങ്ങളുടെയും ദൈവം. അതിനാണ് യോശുവയോട് ദൈവം പറഞ്ഞത്, ഞാൻ ഈ തരുന്നത് നിൻ്റെ വായിൽ നിന്നും നിൻ്റെ കുഞ്ഞുങ്ങളുടെ വായിൽ നിന്നും അവരുടെ കുഞ്ഞുങ്ങളുടെ വായിൽ നിന്നും ഒരിക്കലും മാറിപ്പോകാതെ ഹല്ലേലൂയ അവർ സേവിക്കുന്ന ദൈവം ഇത് തന്നെ ആയിരിക്കട്ടെ. ഹല്ലേലൂയ. സ്തോത്രം. കർത്താവ് യോശുവയോട് പറഞ്ഞു. അപ്പം നമ്മുടെയൊക്കെ ഉത്തരവാദിത്വം എന്താണ്? നമ്മുടെ ഉത്തരവാദിത്വം നമ്മുടെ വായിൽ നിന്ന് മാത്രമല്ല, പക്ഷേ നമ്മുടെ കുഞ്ഞുങ്ങളുടെ വായിൽ നിന്നും ഈ നല്ല യേശുവിൻ്റെ വാക്കുകൾ മാറിപ്പോകല്ല്, നല്ല വചനം മാറിപ്പോകല്ല്. ഹല്ലേലൂയ. യോശുവ പുസ്തകം 1-ാം അധ്യായം അതിൻ്റെ 8-ാം വാക്യത്തിനകത്ത് പറയുന്നു, സ്റ്റഡി ദിസ് ബുക്ക് ഓഫ് ഇൻസ്ട്രക്ഷൻ കണ്ടിന്യൂവലി, മെഡിറ്റേറ്റ് ഓൺ ഇറ്റ് ഡേ ആൻഡ് നൈറ്റ്, സോ യു വിൽ ബി ഷുവർ ടു ഒബേ എവറിത്തിങ് റിട്ടൺ ഇൻ ഇറ്റ്. കണ്ടോ? നീ ഇത് നിത്യമായി നീ ഇത് വായിച്ച് നിൻ്റെ വായിൽ നിന്ന് ഒരിക്കലും മാറാതെ നിൽക്കട്ടെ. ഹല്ലേലൂയ. ഇത് എന്നിട്ട് പിന്നെ പറയുന്നു, ഇത് നിൻ്റെ തലമുറയ്ക്കകത്തുനിന്നും അവരുടെ വായിക്കകത്തുനിന്നും ഒന്നും ഇത് മാറാതെ ഇത് എന്നേക്കുമായി അവരുടെ നാവിൻ്റെ മേലും നിലനിൽക്കട്ടെ. സ്തോത്രം. ഹല്ലേലൂയ. ഇന്ന് നമ്മുടെ പ്രാർത്ഥനയും ഇത് തന്നെ ആയിരിക്കണം. ഹല്ലേലൂയ. നമ്മുടെ കുഞ്ഞുങ്ങളുടെ വായിൽ നിന്ന് ഈ നല്ല കർത്താവിൻ്റെ വാക്കുകൾ മാറാതെ നിൽക്കണം. സ്തോത്രം. ഹല്ലേലൂയ. നമ്മുടെ ഉത്തരവാദിത്തം നമ്മുടെ കുഞ്ഞുങ്ങളെ നമ്മൾ പഠിപ്പിച്ചെടുക്കണം. ദൈവവചനം ഹല്ലേലൂയ അവരെ നിർബന്ധത്തോടെ അവരെ കൊണ്ട് വായിപ്പിക്കണം. അവരോട് പറയണം, വചനങ്ങൾ ഹല്ലേലൂയ അവർ കാണാതെ പഠിച്ച് അവരുടെ വായിക്കകത്തുനിന്ന് ഒരിക്കലും ഈ വചനങ്ങൾ മാറിപ്പോകാൻ ഇടയാവല്ല്. സ്തോത്രം. സങ്കീർത്തനം 105 വരുമ്പം, Psalm 105 വരുമ്പം വചനം അവിടെ ദൈവം അതിൻ്റെ 7 തൊട്ടുള്ള വാക്യങ്ങൾ വായിക്കുമ്പം അതിൻ്റെ 9-ാം വാക്യം, അതിൻ്റെ 8, 9, 10 വാക്യങ്ങൾ വായിക്കുമ്പം Psalm 105 verse numbers 8, 9 and 10 വായിക്കുമ്പം ദൈവത്തിൻ്റെ വചനം ഇങ്ങനെ പറയുക, ഹി ഓൾവേസ് സ്റ്റാൻഡ്സ് ബൈ ഹിസ് കവനൻറ്റ്. ദൈവം പറഞ്ഞ് ഉടമ്പടിയോട് ചേർന്ന് ദൈവം നിൽക്കുന്നു. അവൻ തൻ്റെ നിയമത്തെ എന്നേക്കും താൻ കൽപ്പിച്ച വചനത്തെ 1000 തലമുറയോളവും ഓർക്കുന്നു. ആമേൻ. സ്തോത്രം. കൊണ്ട് he always stands by his covenant, the commitment he made to 1000 generations. ഹല്ലേലൂയ. 1000 തലമുറയോളവും ദൈവം ഏൽപ്പിച്ച ഉടമ്പടി കർത്താവ് ഓർക്കുന്നു. ഹല്ലേലൂയ. അതിൻ്റെ 9-ാം വാക്യം verse number 9, this is the covenant he made with Abraham and the oath he swore to Isaac. He confirmed it to Jacob as a decree and to the people of Israel as a never-ending covenant. കണ്ടോ? അബ്രഹാമിന് കൊടുത്ത വാഗ്ദത്തം അത് ഇസഹാക്കിന് ഉറപ്പിച്ചു,
അത് യാക്കോബിനും അത് ഉറപ്പിച്ചു. എന്നിട്ട് ജനങ്ങൾക്ക്, ഇസ്രായേൽ ജനത്തിന് അത് മാറാത്ത ഉടമ്പടിയായി, നിലനിൽക്കുന്ന ഉടമ്പടിയായി കർത്താവ് അതിനെ ഉറപ്പിച്ചുകൊണ്ടേയിരുന്നു. സ്തോത്രം, ഹല്ലേലൂയ. ഇന്ന് വിളിച്ചു പറയണം, എനിക്ക് കർത്താവ് തന്നിരിക്കുന്ന വാഗ്ദത്തങ്ങൾ എനിക്ക് വേണ്ടി മാത്രമല്ല, പക്ഷേ എൻ്റെ തലമുറ 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 നിലനിൽക്കുന്ന വാഗ്ദത്തങ്ങൾ. ഹല്ലേലൂയ, സ്തോത്രം. ഗലാത്യരുടെ ലേഖനം 3-ാം അധ്യായത്തിനകത്ത് വരുമ്പം അതിൻ്റെ 16-ാം വാക്യം, Galatians chapter 3 verse number 16, God gave the promises to Abraham and his child. And notice that the scripture doesn't say to his children as if it meant many descendants. Rather it says to his child, and that of course means Christ. എന്ന് വായിച്ചേ. എന്നാൽ അബ്രഹാമിനും അവന്റെ സന്തതിക്കും വാഗ്ദാനങ്ങൾ ലഭിച്ചു. സന്തതികൾക്കും എന്ന് സന്തതികൾക്ക് എന്നല്ല, അബ്രഹാമിനും അബ്രഹാമിന്റെ സന്തതിക്കും എന്നാണ്. എന്നിട്ട് സന്തതികൾക്കും എന്ന അനേകരെ കുറിച്ചല്ല, നിന്റെ സന്തതിക്കും എന്ന ഏകനെ കുറിച്ച് അത്രേ പറയുന്നത്. നിന്റെ സന്തതി എന്ന് ഏകനെ കുറിച്ച് പറയുന്നു. ഈ ഏകനായ സന്തതി എന്ന് പറയുന്ന ക്രിസ്തു അത്രേ. ഹല്ലേലൂയ. അപ്പം അബ്രഹാമിനോട് പറഞ്ഞു, നീയും നിന്റെ സന്തതിയും. അത് തലമുറ തലമുറ തലമുറയായിട്ട് അബ്രഹാമിനോടും ഇസഹാക്കിനോടും യാക്കോബിനോടും ഒക്കെ ഇത് ഉറപ്പിച്ച് വന്നത്. വചനം പറയുക, ഈ സന്തതി എന്നുദ്ദേശിക്കുന്ന യേശു ക്രിസ്തുവാണ്. അപ്പം യേശു ക്രിസ്തുവിനെ സ്വീകരിക്കുന്ന ഓരോരുത്തർക്കും അബ്രഹാമിനോട് പറഞ്ഞ അതേ വാഗ്ദത്തത്തിൻ്റെ അവകാശിയായി തീരും. ഇസ്രായേലാണെന്നും അല്ലെങ്കിൽ ഞാൻ യാക്കോബ് അല്ലല്ലോ, ഞാൻ അബ്രഹാം അല്ലല്ലോ എന്ന് ഭാരപ്പെടേണ്ട. അബ്രഹാമിനോടും അബ്രഹാമിൻ്റെ സന്തതിയോടും, സന്തതികളോടൊന്നുമല്ല. അബ്രഹാമും എന്ന് വെച്ചാൽ അബ്രഹാമിന് ഇഷ്മായിലും ഉണ്ടായി, അതുകൊണ്ട് സന്തതികളെന്നല്ല, അബ്രഹാമിനോട് വാഗ്ദത്ത സന്തതി എന്നാ പറയുന്നത്. അപ്പം അന്ന് അബ്രഹാമിനോട് പറഞ്ഞ് ഇസഹാക്കിലൂടെ ആ തലമുറയ്ക്കകത്തുനിന്ന് വന്ന് അതേ വംശാവലിക്കകത്ത് വന്നേ അതേ ആ ജനറേഷൻ, ആ ജീനിയോളജിക്കകത്ത് വന്നത് യേശു കർത്താവ്. ആ ജീനിയോളജി അറിയണമെങ്കിൽ ബൈബിൾ ഉള്ളവരൊക്കെ ലൂക്കാ സുവിശേഷം 3-ാം അധ്യായം, മത്തായി സുവിശേഷം 1-ാം അധ്യായം വായിക്കണം. അവിടെ യേശുവിൻ്റെ വംശാവലി എഴുതി വെച്ചിട്ടുണ്ട്. ദ ജനറേഷൻസ് ദാറ്റ് ലെഡ് ടു ജീസസ് ക്രൈസ്റ്റ്, അബ്രഹാമിൽ നിന്ന് തുടങ്ങി. എന്നിട്ട് അതിനകത്ത് വ്യക്തമായി പറയുന്നുണ്ട്, ദൈവത്തിൻ്റെ പുത്രനായ ആദം എന്ന് പറഞ്ഞ് കൊണ്ടുവന്ന് വന്ന അബ്രഹാമിൻ്റെ മകനായ ഇസഹാക്ക്, അങ്ങനെ പറഞ്ഞു വന്ന് പറയുന്നുണ്ട്. ജോസഫിൻ്റെ മകൻ എന്ന് ഭൂമിയിൽ അറിയപ്പെടുന്ന സന്തതിയായ യേശു. അപ്പം പിതാവിൽ നിന്ന് വന്ന് അങ്ങനെ അബ്രഹാമിലേക്ക് ഈ വാഗ്ദത്തം വന്ന് അങ്ങനെ വന്ന് യേശു കർത്താവിനെ കുറിച്ച് വചനം പറയുന്നത്. അപ്പോൾ അബ്രഹാമിനോട് പറഞ്ഞു, നീയും നിന്റെ സന്തതിയും. വാഗ്ദത്ത സന്തതിയായ, സ്തോത്രം, ഹല്ലേലൂയ, യേശു കർത്താവിനെ കുറിച്ചാണ് പറയുന്നത്. എന്നുവെച്ചാൽ വാഗ്ദത്തം അല്ലാതെ ജനിച്ചത് ഇഷ്മായേൽ, പക്ഷെ വാഗ്ദത്തം കാത്തിരുന്ന് ജനിച്ചതാണ് ഇസഹാക്ക്. ഇസഹാക്കിൽ നിന്ന് വന്ന് തലമുറയായ യേശു കർത്താവ്. അപ്പം വചനം പറയുന്നു, God gave the promises to Abraham and to his child. അബ്രഹാമിനോടും അബ്രഹാമിൻ്റെ സന്തതിയോടും കൊടുത്ത വാഗ്ദത്തം. സ്തോത്രം, ഹല്ലേലൂയ. ഈ വാഗ്ദത്തം ഇന്ന് നമ്മൾക്ക് ഓരോരുത്തർക്കും യേശു ക്രിസ്തു മുഖാനം നമുക്കുണ്ട്. അതിൻ്റെ 29-ാം വാക്യം, ആൻഡ് നൗ ദാറ്റ് യു ബിലോങ് ടു ക്രൈസ്റ്റ്, you are the true children of Abraham. You are his heirs, and God's promise to Abraham belongs to you. ക്രിസ്തുവിനുള്ളവരെങ്കിലോ നിങ്ങൾ അബ്രഹാമിന്റെ സന്തതിയും വാഗ്ദാനപ്രകാരം അവകാശികളും ആകുന്നു. ഹല്ലേലൂയ. ഗ്രീക്ക് ട്രാൻസ്ലേഷനകത്ത് അബ്രഹാമിൻ്റെ മക്കൾ എന്നുള്ളത് അബ്രഹാമിൻ്റെ വിത്ത് എന്നാ കിടക്കുന്നത്. ദ ട്രൂ സീഡ് ഓഫ് ഏബ്രഹാം എന്നാ കിടക്കുന്നത്. യു ആർ ദ ട്രൂ ചിൽഡ്രൻ ഓഫ് ഏബ്രഹാമിന് പകരം യു ആർ ദ ട്രൂ സീഡ് ഓഫ് ഏബ്രഹാം. നിങ്ങൾ അബ്രഹാമിൻ്റെ ബീജം അല്ലെങ്കിൽ
വിത്ത് എന്ന് ഉള്ള അർത്ഥം. സ്തോത്രം. അപ്പം അബ്രഹാമിൽ നിന്ന് വാഗ്ദത്ത പ്രകാരം ജനിച്ച ഇസഹാക്കിൽ നിന്ന് അങ്ങനെ നമ്മൾ മത്തായി സുവിശേഷം അതിൻ്റെ 1-ാം അധ്യായത്തിനകത്തേക്ക് വരുമ്പം വചനം ഇങ്ങനെ കിടക്കുന്നു. സ്തോത്രം. അതിൻ്റെ 2-ാം വാക്യം, 1-ാം അധ്യായം 2-ാം വാക്യം, ഏബ്രഹാം വാസ് ദ ഫാദർ ഓഫ് ഐസക്, ഐസക് വാസ് ദ ഫാദർ ഓഫ് ജേക്കബ്. ഇങ്ങനെ പറഞ്ഞ് 16-ാം വാക്യത്തിനകത്ത് വരുമ്പം ജേക്കബ് വാസ് ദ ഫാദർ ഓഫ് ജോസഫ്, ദി ഹസ്ബൻഡ് ഓഫ് മേരി. മേരി ഗേവ് ബർത്ത് ടു ജീസസ് ഹു ഇസ് കോൾഡ് ദ മെസ്സായ. കണ്ടോ? അപ്പം 2-ാം വാക്യത്തിനകത്ത് പറയുന്നു അബ്രഹാം ഇസഹാക്കിൻ്റെ അപ്പൻ എന്ന് പറഞ്ഞ് 16-ാം വാക്യത്തിനകത്ത് വരുന്നു ജേക്കബ് വാസ് ദ ഫാദർ ഓഫ് ജോസഫ്. അപ്പം ഈ വിശ്വാസത്താൽ ജനിച്ച് യേശു കർത്താവ്, യേശു കർത്താവിനകത്ത് വന്ന് നമ്മൾ ഓരോരുത്തരും അബ്രഹാമിനോട് കൊടുത്ത അതേ വാഗ്ദത്തത്തിൻ്റെ പൂർണ്ണതയ്ക്കകത്തേക്ക് നമ്മൾ എത്തിയിരിക്കുക. സ്തോത്രം. സാറയോട് പറഞ്ഞ ആ വാഗ്ദത്തം, അബ്രഹാമിനോടും സാറയോടും പറഞ്ഞ വാഗ്ദത്തത്തിൻ്റെ അവകാശികളായി തീർന്നു നമ്മൾ ഓരോരുത്തരും. അപ്പം വചനം പറയുന്നു, സ്തോത്രം, സാറയ്ക്ക് വാഗ്ദത്തത്തിലൂടെ ഉണ്ടായതാണ് ഇസഹാക്ക്. ആ ഇസഹാക്കിനകത്തുനിന്ന് വന്ന് യേശുവിനെ അകത്തേക്ക് വന്ന് നമ്മൾ ഓരോരുത്തരും ഇന്ന് അബ്രഹാമിനോട് പറഞ്ഞ് സകല നന്മയുടെയും അവകാശിയായി തീർന്നു. അങ്ങനെയെങ്കിൽ നാം ക്രിസ്തുവിലേക്ക് വന്നു കഴിയുമ്പോൾ നമ്മളുടെ ഓരോ കുഞ്ഞുങ്ങൾക്കും ലഭിക്കുന്ന അനുഗ്രഹമാണ് അബ്രഹാമിനോട് കൊടുത്തതെല്ലാം നമുക്കുമുണ്ട്. അപ്പോൾ അബ്രഹാമിനോട് പറഞ്ഞു, അബ്രഹാമേ, ഞാൻ നിന്നെ ഒരു ജാതിയാക്കി തീർക്കും, നിന്നെ ഞാൻ അനുഗ്രഹിക്കും, നിൻ്റെ പേര് ഞാൻ വലുതാക്കും, നിന്നെ അനുഗ്രഹിക്കുന്നവരെ ഞാൻ അനുഗ്രഹിക്കും, നീ ബഹുസമ്പന്നനാകും. അബ്രഹാമിനോട് എന്തൊക്കെ പറഞ്ഞോ അതെല്ലാം ഇന്ന് നമ്മൾക്കും നമ്മളുടെ തലമുറകൾക്കും ഉള്ളതാ. സ്തോത്രം. ഞാൻ നിൻ്റെ ദൈവമായി തീരും, ഞാൻ നിൻ്റെ ദൈവമാണ്, നിൻ്റെ കൂടെ ഞാൻ നടക്കും എന്ന് പറഞ്ഞത് ഇന്ന് നമുക്കും നമ്മളുടെ സന്തതികൾക്കും ഉള്ളതാ. ഹല്ലേലൂയ. ഇന്ന് അവകാശം പറഞ്ഞ് ഇന്ന് എവിടെയെങ്കിലുമൊക്കെ ആരുടെങ്കിലുമൊക്കെ മക്കൾ ഈ നല്ല കർത്താവിനെ വിശ്വസിക്കാതെ ജീവിക്കുന്നുണ്ടെങ്കിൽ ഇന്ന് കർത്താവിനോട് ഈ വചനം എടുത്തിട്ട് അവകാശം പറയണം. ഹല്ലേലൂയ. കർത്താവിനോട് പറയണം, ഇല്ല കർത്താവേ, അബ്രഹാമിനോട് പറഞ്ഞത് സ്തോത്രം, അത് എന്നോടുമുള്ളതാ. ഞാനല്ല പറഞ്ഞു, ഇത് വചനമാണ് പറയുന്നത്. ഗലാത്യരുടെ ലേഖനം 3-ാം അധ്യായം 29-ാം വാക്യം സത്യം വിളിച്ചു പറയുന്നു, നൗ ദാറ്റ് യു ബിലോങ് ടു ക്രൈസ്റ്റ് യു ആർ ദ ട്രൂ ചിൽഡ്രൻ ഓഫ് ഏബ്രഹാം. അല്ലേ? ഇപ്പോഴോ നിങ്ങൾ ക്രിസ്തുവിൻ്റേതായതുകൊണ്ട് നിങ്ങൾ അബ്രഹാമിൻ്റെ സാക്ഷാൽ മക്കൾ. Hallelujah. You are his heirs and God's promise to Abraham belongs to you. നിങ്ങൾ അബ്രഹാമിൻ്റെ സന്തതികളും അബ്രഹാമിന് കൊടുത്ത സകല വാഗ്ദത്തങ്ങളും നിങ്ങളുടേതാണ് ക്രിസ്തുവേശു മുഖാനം. ഹല്ലേലൂയ. അപ്പം നിങ്ങൾ ഇന്ന് ഈ വചനം കേൾക്കുന്ന ഓരോരുത്തരും ക്രിസ്തുവേശുവിൽ വന്നവരാണെങ്കിൽ, ഹല്ലേലൂയ, പൂർണ്ണമായി ഹൃദയം ക്രിസ്തുവേശുവിന് വിട്ടുകൊടുത്തവരാണെങ്കിൽ, നിങ്ങളുടെ മക്കൾ ക്രിസ്തുവിലല്ല എങ്കിൽ കർത്താവിനോട് പറയണം, കർത്താവേ, ഹല്ലേലൂയ, അബ്രഹാമിനോട് കൊടുത്ത ആ വാഗ്ദത്തത്തിൻ്റെ അവകാശിയാണ് ഞാൻ. അങ്ങനെയെങ്കിൽ എൻ്റെ തലമുറകളും ഈ ദൈവത്തിനെ സേവിക്കണം, ഈ സത്യദൈവത്തിനെ ആരാധിക്കണം. ഹല്ലേലൂയ. ഉൽപ്പത്തി പുസ്തകത്തിനകത്ത് നമ്മൾ കണ്ടു, സ്തോത്രം, ഹല്ലേലൂയ, എൻ്റെ ദൈവം മാത്രമല്ല, അബ്രഹാമിനോട് പറഞ്ഞു, അബ്രഹാമേ, നിൻ്റെ ദൈവം മാത്രമല്ല, പക്ഷേ നിൻ്റെ തലമുറയുള്ള ദൈവമാണ്. ഹല്ലേലൂയ. ഈ ഉടമ്പടി നിന്നോട് മാത്രമല്ല അബ്രഹാമേ, പക്ഷേ നിൻ്റെ തലമുറയോളം ഉള്ള ഉടമ്പടിയാണ്. ഇന്ന് വിളിച്ചു പറയണം, എൻ്റെ ദൈവം എൻ്റെ തലമുറയുടെ ദൈവം. ഹല്ലേലൂയ. എൻ്റെ ദൈവം എൻ്റെ തലമുറകളുടെ ദൈവം. അവർ കർത്താവിനെ സേവിക്കും, കർത്താവിനെ അറിയും, യേശുവിന് വേണ്ടി നിൽക്കുന്ന ഒരു നല്ല തലമുറ. ഹല്ലേലൂയ. ഇന്ന് വിളിച്ചു പറയണം, എൻ്റെ മക്കൾ അന്യ ദൈവങ്ങളെ സേവിക്കത്തില്ല, എൻ്റെ മക്കൾ അന്യജാതികളുടെ ഇടയിൽ പോകത്തില്ല, ഹല്ലേലൂയ, അവരുടേതായി തീരത്തില്ല. പക്ഷേ അവർ ഈ നല്ല കർത്താവിനെ, സത്യദൈവത്തിനെ അവരുടെ ആയുസ്സുള്ളിടത്തോളം
തലമുറയോളം കാലം അവരാരാധിക്കും, അവരുടെ കുഞ്ഞുങ്ങളും ആരാധിക്കും. ഹല്ലിയ, ഈ ദൈവം തലമുറകളുടെ ദൈവം. കർത്താവ് അനുഗ്രഹിക്കട്ടെ. ഹല്ലിയ, നമ്മളോട് പറഞ്ഞ സകല വാഗ്ദത്തങ്ങളും നമ്മുടെ തലമുറകളുടെ വാഗ്ദത്തങ്ങളുമാ. ഹല്ലേലൂയ, ഈ നല്ല കർത്താവ് തലമുറയോളം നിലനിർത്തുന്ന നല്ല കർത്താവ്. ഹല്ലേലൂയ, സ്തോത്രം പറയാം. കർത്താവെ പ്രാർത്ഥിക്കുന്നു. ഇന്ന് ഈ വചനം കേൾക്കുന്ന പല കുടുംബങ്ങൾക്കകത്തും ഹല്ലിയ, പല അപ്പനമ്മമാര് സങ്കടപ്പെടുന്നുണ്ട്. അവരാരാധിക്കുന്ന ഈ നല്ല കർത്താവ് അവരുടെ മക്കള് സേവിക്കുന്നില്ല എന്ന്, അല്ലെങ്കിൽ പല വിധേനെ പോകുന്നുവെന്ന്. ഇന്ന് ഈ വചനത്തിൻ്റെ മറവിൽ നിന്ന് പ്രാർത്ഥിക്കുന്നു. ഹല്ലിയ, അങ്ങനെ ദുഃഖിക്കുന്ന അപ്പനമ്മമാർക്ക് ഇന്ന് ഈ വചനം ഒരു ആശ്വാസമായി തീരട്ടെ. ഹല്ലിയ, ഈ വാഗ്ദത്തം ഏറ്റെടുക്കുവാൻ കൃപ നൽകണം. ഹല്ലിയ, ഇവരെ സേവിക്കുന്ന, ഇവരുടെ അപ്പനും അമ്മയും സേവിക്കുന്ന നല്ല കർത്താവിനെ മക്കള് സേവിക്കണം. തലമുറയോളം നിലനിൽക്കണം. അന്യജാതികളുടെ ഇടയിൽ പോകാൻ ഇടയാവല്ല്. ഹല്ലിയ, അന്യം തിന്നു പോകാൻ ഇടയാവല്ല്. ഹല്ലിയ, വിഗ്രഹങ്ങളെ സേവിക്കുന്നവരായി തീരല്ലേ. ഹല്ലിയ, യേശുവിനെ പൂർണ്ണമായി കർത്താവായി സ്വീകരിക്കുന്ന തലമുറകളായി തീരണം. ഹല്ലിയ, ഈ അടുത്ത തലമുറ യേശുവിന് വേണ്ടി കത്തി ജ്വലിക്കുന്നവരും ഹല്ലിയ, അന്ത്യകാലത്തിൻ്റെ ഉണർവിന് വേണ്ടി എഴുന്നേൽക്കുന്ന ഒരു തലമുറയായി തീരുവാൻ പ്രാർത്ഥിക്കുന്നു. ഹല്ലിയ, സകല നന്മയാൽ നിറയ്ക്കണം, അനുഗ്രഹിക്കണം. യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ.